തുടങ്ങിക്കോ ടീച്ചറെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ വമൻ തബിഇഹ്സാനുൻ ഇലാ യൗമിദ്ദീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസി ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. സദഖല്ലാഹുൽ അലീം. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബിശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരവ് നിറഞ്ഞ ഈമാനുള്ള മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മുടെ ഇരുത്തത്തെ ഒരു സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതം മുഴുവനും പരിശോധിക്കുന്ന, ജീവിച്ചു തീർത്ത സമയം മുഴുവനും കണിശമായി വിലയിരുത്തുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് കൂടപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ഇരിക്കുന്നതായ ഈ സമയത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും ഗഫൂറുർ റഹീമായ അള്ളാഹു പുറത്ത് മാപ്പ് ചെയ്ത് നൽകുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം ശ്രദ്ധയോടെ ജീവിച്ച് പരമാവധി തെറ്റിൽ നിന്ന് സൂക്ഷിച്ച്, തെറ്റ് പ്രവർത്തിക്കുന്നതിൽ നിന്നും ചിന്തിക്കുന്നതിൽ നിന്നും തെറ്റായ വർത്തമാനങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നും പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിതം കാത്തു സൂക്ഷിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, കേരളം മുഴുവനും വിഷമത്തിലാണ്. നമ്മുടെ സഹോദരങ്ങള്, വയനാടിന്റെ ദുരന്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ണുകൊണ്ട് എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ മുഖദ്ദിമായിൽ ഓതി വെച്ച ആയത്ത് തന്നെ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസി ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ എന്ന സൂറത്തുർ റൂമിലെ 41-ാമത്തെ ആയത്താണ്. കരയിലും കടലിലും ഉണ്ടാകുന്ന മുഴുവൻ കുഴപ്പങ്ങളും മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണെന്നാണ്. ബഹറിലായാലും കടലിലായാലും കരയിലായാലും കുഴപ്പങ്ങൾ പൊട്ടിവിടരുന്നത്, നാശങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ച പ്രവർത്തനങ്ങളുടെ അനന്തര ഫലമാണ്. അള്ളാഹു തന്നെ പറയുന്നു, ബിമാ കസബത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. അവർ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ പ്രതിഫലം, അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ചില കാര്യത്തിന്റെ മുഴുവൻ ശിക്ഷയല്ല, ചിലതിന്റെ പ്രതിഫലം അവർക്ക് ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയാകുന്നു അത്. ഒരു വേള ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് അള്ളാഹു പറഞ്ഞിട്ട് പറയുകയാണ്, ലഅല്ലഹും യർജിഊൻ, ഒരു പക്ഷേ അവർ മടങ്ങിയേക്കാം. നന്നായിട്ട് ഈ ആയത്ത് നിങ്ങൾ എല്ലാവരും അമാനി മൗലവിന്റെ ട്രാൻസ്ലേഷൻ എടുത്ത് വായിച്ച് മനസ്സിലാക്കണം, ഞാനും നിങ്ങളും. സൂറത്ത് സജദയിൽ ഇതിന് തുല്യമായ വേറൊരു ആയത്തുണ്ട്. സൂറത്ത് സജദ 21-ാമത്തെ ആയത്തിൽ
വലനുദീഖന്നഹും മിനൽ അദാബിൽ അദിനാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. പരലോകത്തിൽ ആ വലിയ ശിക്ഷ കൂടാതെ പരലോകത്തിലേക്ക് തെറ്റുകൾക്ക് വേണ്ടി ആ കഠിനമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് ആ ശിക്ഷ അനുഭവിപ്പിക്കുന്നതിന് മുമ്പായി ചെറിയ ചില്ലറ ഐഹികമായ ചില ചെറിയ തരം ശിക്ഷകൾ നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ്. അവിടെയും പറഞ്ഞത് ലഅല്ലഹും യർജിഊൻ ദൂന അദാബുൽ അക്ബരി, വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ്, പരലോകത്തിലെ വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് പിന്നെ ചില്ലറ ചില്ലറ ശിക്ഷകൾ ഈ ദുനിയാവിൽ അള്ളാഹു ഇറക്കും. എന്തിനാണെന്നറിയാമോ? ലഅല്ലഹും യർജിഊൻ. ആ ആയത്തും നിങ്ങൾ പഠന വിധേയമാക്കണം. നമ്മളൊരു കുറഞ്ഞ സമയം ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതിന്റെ അപ്പുറം നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് ഖുർആൻ നിവർത്തി കണ്ണുകൊണ്ട് കണ്ടും കൈകൊണ്ട് തൊട്ടും അതിങ്ങനെ വായിക്കുമ്പോൾ നല്ല ഒരു മാറ്റം ഹൃദയത്തിലുണ്ടാകും. അവിടെയും അള്ളാഹു പറഞ്ഞ എന്താണ്? അള്ളാഹുടെ സ്നേഹത്തിന്റെ വാക്കുകളാണ് ഇതെന്നാ ശിക്ഷയുടെ ഭാഗമായിട്ട് പറയുകയാണെങ്കിലും ആ ആയത്തൊക്കെ അവസാനിക്കും. സൂറത്ത് റൂമിലെ 41-ാമത്തെ ആയത്തിലും പറയില്ല അല്ലഹും യർജിഊൻ. പിന്നെ സജദയുടെ ആയത്ത് പറഞ്ഞപ്പോഴും അള്ളാഹു പറഞ്ഞില്ല, ആയത്ത് അവസാനിക്കുന്നത് ഇല്ല അല്ലഹും യർജിഊൻ, ഒരു പക്ഷേ അവരെല്ലാം മടങ്ങിയേക്കാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദൂന അദാബുൽ അക്ബരി, വലിയ ശിക്ഷ, പരലോകത്തെ വലിയ ശിക്ഷ ആസ്വദിക്കാതിരിക്കാൻ അതിനു മുമ്പായിട്ട് ഇഹലോകത്ത് ചെറിയ ചെറിയ ചില്ലറ ശിക്ഷകളൊക്കെ ഇറക്കും. അത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടോ നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ടുള്ള അസ്വസ്ഥത കൊണ്ടോ ഒന്നും അല്ല, മനുഷ്യരുടെ കരങ്ങൾ കൊണ്ടാണ് ഈ മുഴുവൻ നാശം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു 5 വർഷം മുമ്പ്, 2005 ഒരു 10 വർഷം മുമ്പ്, മാധവ് ഗാഡ്ലിൻ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. പിന്നെ പ്രകൃതിയുടെ പിന്നെ ഈ മലകളുടെ പിന്നെ കാന്തിക ബലത്തിന്റെ എല്ലാം റിസർച്ചിങ് നടത്തുന്ന സ്കോളറായ മാധവ് ഗാഡ്ലിൻ എന്ന് പറഞ്ഞ ആള് വയനാട്ടില് മലകളൊക്കെ, പർവ്വതങ്ങളൊക്കെ, പാറയൊക്കെ പൊട്ടിപ്പൊളിച്ച് മലകളൊക്കെ കഷ്ണിച്ചിട്ട് റിസോർട്ടൊക്കെ പണിയുന്നതിനെതിരെ അദ്ദേഹം ശക്തിയായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഒരു 10 വർഷം മുമ്പാ അദ്ദേഹം ശക്തിയായിട്ട് എതിർത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഭൂമിയുടെ കാന്തിക ബലം പിന്നെ അഥവാ കാന്തിക മണ്ഡലത്തിന്റെ തീവ്രത കുറഞ്ഞു പോകും, ഭൂമിക്ക് അടിമേലെ മറിച്ചിലുണ്ടാകും എന്നൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 14 വർഷം മുമ്പ്, 10 വർഷമോ 14 വർഷം മുമ്പാണ് അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ലേഖനം ഞാൻ വായിച്ചത്. അദ്ദേഹം പറയും, ഇങ്ങനെ പോവുകയാണ്, ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഒരു 10-15 വർഷങ്ങൾക്കിപ്പുറം ഭൂമി വലിയ വലിയ ബിൽഡിംഗ് എല്ലാം തലകുത്തി വീഴുമെന്നാ പറഞ്ഞു. മഹാവിപത്ത് സംജാതമാകുമെന്നാ പറഞ്ഞത്. കാരണം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, 2 പവന്റെയോ 1 പവന്റെയോ കമ്മൽ, 1 പവന്റെ കമ്മൽ വാങ്ങിച്ചാൽ 1/2 ഗ്രാമിന്റെ ആണി ഉണ്ടാകും. 1/2 ഗ്രാമിന്റെ ആണിയുണ്ട്. എന്തിനാണ്? ആ കമ്മലിനെ താങ്ങി നിർത്താൻ ആ കുഞ്ഞാണി ആവശ്യമാണ്. ഇനി കമ്മലിന്റെ വലിപ്പം വെയിറ്റ് കൂടുന്ന അനുസരിച്ച് ആണി ഇച്ചിരി സ്ട്രോങ്ങിൽ ഉണ്ടാക്കി. 2 പവനൊക്കെ കല്യാണ കുട്ടികൾക്കൊക്കെ 2 പവന്റെ കമ്മലൊക്കെ കാതിലിട്ടാല് അതിന്റെ താഴെ 2 ഗ്രാമിന്റെ ആണി ഉണ്ടാകും. കാരണം ആ കമ്മല് സ്ട്രോങ് ആയിട്ട് ഊരിപ്പോകാതിരിക്കുന്ന ഈ ആണി ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ ഭൂമിക്ക് ആണിയായിട്ട് വൽ ജിബാല് ഔത്താദ, ഭൂമിക്ക് ആണിയായിട്ട് അള്ളാഹു ജബലിനെ നിശ്ചയിച്ചിരിക്കുക. ആ ജബലെല്ലാം അടിച്ച് പരത്തി ഉള്ള റിസോർട്ട്, ഒരു മണിക്കൂറിന് 3000 രൂപ വില വെച്ചിട്ട് ഒരു ദിവസം എത്ര രൂപയാണ് റിസോർട്ടിനൊക്കെ, ഒരു റൂമിനൊക്കെ വാങ്ങാൻ വേണ്ടി മനുഷ്യന്റെ ആർത്തി മൂർത്ത് ഉള്ള സ്ഥലം എല്ലാം വാങ്ങിയിട്ട് ഇതൊക്കെ പൊളിച്ചിട്ടും പൈസ ഉണ്ടാക്കല. അപ്പോ ഖുർആന്റെ ആയത്ത് സൂറത്ത് റൂമിൽ പറഞ്ഞില്ലേ, ബഹറിൽ ഉണ്ടാകുന്ന നാശം, കടലിൽ എന്തെല്ലാം അതിക്രമം, അത് പറഞ്ഞാൽ ഇനി തീരത്തില്ല. അതുപോലെ തന്നെ കരയിലും. അപ്പൊ നമ്മൾ ഇതെല്ലാം കണ്ടാല് നമുക്ക് പാഠമാകണം. നമ്മളെല്ലാം മടങ്ങാനാണ് അള്ളാഹു ഈ അത് ഒരു അവസരം വെച്ചിരിക്കും. സൂറത്ത് ഫജ്റിലെ ഒന്ന് ഓടി വന്ന അലന്തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ, നിങ്ങൾ ആദിനെ കണ്ടില്ലേ, സമൂദിനെ കണ്ടില്ലേ, ഫിറഔന്റെ ആൾക്കാരെ കണ്ടില്ലേ, അവരൊക്കെ ചത്തുമലച്ചത് കണ്ടില്ലേ, സൂറത്ത് ഹാക്കത്തില് 7 രാത്രിയും 6 പകലെല്ലാം ആഞ്ഞടിച്ച് വീക്ഷിയ കാറ്റ്, അതിന് ജനങ്ങളൊക്കെ ചത്തുമലച്ചത് കണ്ടില്ലേ എന്നൊക്കെ പറയുന്നത് ആ ചത്തുപോയ ആളുകളോടല്ല, ഒലിച്ചു പോയ ആളുകളോടല്ല, ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകളോടാ ഖുർആൻ സംസാരിക്കുന്നത്.
അപ്പോ ഇപ്പൊ അവിടെ വയനാട്ടില് മരിച്ചു പോയതെല്ലാം മോശപ്പെട്ട ആളുകളൊന്നും ആണെന്ന് ആരും ധരിച്ചു പോകരുത്. ആരും ധരിച്ചു പോകരുത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിന്റെ ശിക്ഷ ദുനിയാവിലേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ തെറ്റൊന്നും ചെയ്യാതെ മര്യാദക്ക് ജീവിക്കുന്നവരാണല്ലോ, കൃത്യമായി നമസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും ദീന്റെ പ്രവർത്തനം ചെയ്തിട്ടും ഉള്ളതിനൊക്കെ സദക്ക കൊടുത്തിട്ടും റാത്തായിട്ട് അള്ളാഹിനെ അത്യാവശ്യം അനുസരിച്ച് ജീവിക്കുന്ന ഞങ്ങളെയും ശിക്ഷ ബാധിക്കുമോ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ തീർച്ചയായിട്ടും അത് ബാധിക്കും. അള്ളാന്റെ ശിക്ഷ ഇറങ്ങിയാല് മൊത്തത്തിലുള്ള ആളുകളെയും ബാധിക്കും, അത് ബാധിക്കും. എന്നിട്ടോ പിന്നെ പരലോകത്ത് ചെല്ലുമ്പോ തെറ്റ് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ ശിക്ഷ, അല്ലാതെ നന്മ പ്രവർത്തിച്ചവർക്ക് അവിടെ ശിക്ഷയൊന്നുമില്ല. അപ്പൊ ദുനിയാവില് വയനാട്ടിൽ കുറെ നല്ല മനുഷ്യരും എല്ലാം ഇതിന്ന് പോയിട്ടുണ്ട്. ഇതിന് നമ്മളാണ് പാഠം ഉൾക്കൊള്ളേണ്ടത്. ഇതിന് നമ്മൾ പിന്നെ വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും നിങ്ങളാണ് മാനവരാശിയിൽ ഉത്തമരായ മനുഷ്യര്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ്, മാനവരാശിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ് നിങ്ങളെന്ന് നമ്മളെ നോക്കി അള്ളാഹ് പറയുന്നത്. നമ്മളെ എഴുന്നേറ്റ് നിൽക്കുന്നില്ല, എപ്പോഴും കിടത്തും തന്നെ, നീന്റെ മാർഗത്തിൽ ഒന്നും ചെയ്യുന്നില്ല, ഒരു പണി അടിച്ചു പൊളിച്ച് ഇങ്ങനെ തിന്നും കുടിച്ചൊക്കെ ഇങ്ങനെ ജീവിക്കുക. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ ഉഖ്രിജത്തു ലിന്നാസ്, മനുഷ്യവർഗത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ്. എന്തിന്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. അള്ളാഹുവിൽ നിങ്ങൾ പ്രതീക്ഷിച്ചും ഭയപ്പെട്ടും സ്നേഹിച്ചും ഒക്കെ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ പണിയെടുക്കുന്നവരാണ്. നന്മ മറ്റുള്ളവരിൽ കാണാൻ വേണ്ടി നന്മ പ്രകാശനം ചെയ്യുന്നവരാണ്. തിന്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തിന്മ കണ്ട പ്രതിരോധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉത്തമരാണ്. എന്നിട്ട് ആ ആയത്തിന്റെ വിശദീകരണം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ പണി നിങ്ങൾ നിർത്തിയാൽ, നന്മ ഒരു തിന്മ കണ്ടാല് കയറി തടയുന്ന നമ്മൾ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവർ തിന്മ ചെയ്യുന്നത് കണ്ടാല് അരുതേ സഹോദരി എന്ന് പറയുന്ന ആ പണി നിർത്തിക്കളഞ്ഞാൽ, നന്മ പ്രകാശനം ചെയ്യാതിരുന്നാൽ, അള്ളാഹു സുബ്ഹാനഹു തആല വലിയ വലിയ കുഴപ്പങ്ങളൊക്കെ ദുനിയാവിൽ ഇറക്കും. അതിലൊന്നാമാണ് സ്വേച്ഛാധിപതിയായ ക്രൂരന്മാരായ ഭരണാധികാരികളെ അള്ളാഹു ആദ്യം തന്നെ ഏർപ്പാടാക്കും. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഏറ്റവും വലിയ ഭരണാധികാരി ആരാ? നല്ല മോദിയാ ഉള്ളത്, അല്ലേ? മോദിയെ പറ്റി എല്ലാവർക്കും അറിയാം, ലഅനത്തുല്ലാഹി അലൈഹി, എന്തെല്ലാം ദുൽമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മോദിയെ പോലുള്ള മോശപ്പെട്ട ഭരണാധികാരികളെ ഏർപ്പാടാക്കി കഴിഞ്ഞു. ഇനി എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ന് നിങ്ങളുടെ നല്ല ആൾക്കാർ യാ അല്ലാന്ന് വിളിച്ച് ആത്മാർത്ഥമായി ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ട് പരിഹാരം ഇതേ ഉള്ളൂ, ഫസ്തഗ്ഫിറൂ റബ്ബഹും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. ആകയാൽ നിങ്ങൾ എല്ലാവരും പശ്ചാത്തപിക്കുക. സുമ്മ തൂബു ഇലൈഹി, അതിന് ആദ്യം ഇസ്തിഗ്ഫാർ ചെയ്യുക, അതിനുശേഷം പശ്ചാത്തപിക്കുക. എന്നിട്ടോ ജീവിതം ഓരോരുത്തരും സ്വന്തം ചെയ്യലാണ് ആദ്യം വേണ്ടത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഭവിക്കുന്ന നാശം വലുതാണ്. നമ്മളെപ്പോഴും അവരങ്ങനെയാണ്, ജനങ്ങളുടെ കാര്യം ഇങ്ങനെയാണ് എന്ന് പറയുന്നതല്ലാതെ നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. ഇതെല്ലാം കണ്ടിട്ടും നമുക്ക് പരലോകത്തിനെ കുറിച്ചൊരു ചിന്ത വരുന്നില്ലെങ്കിൽ ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. സ്വന്തത്തെ കുറിച്ചൊരു പേടി വരുന്നില്ലെങ്കിൽ, സ്വന്തമായിട്ട് ഒരുങ്ങാൻ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നില്ല, അള്ളാഹ് ഇനി അടുത്ത നിമിഷം അവിടെയാണ്, വയനാട്ടിലാണ്, അടുത്ത നമ്മുടെ നാട്ടിലേക്കും വന്നുകൂടായില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് ഇസ്തിഗ്ഫാറിൽ തൗബ ചെയ്ത്, എപ്രകാരം എന്ന് വെച്ചാല് 17-ാം തീയതി ഹജ്ജിന് പോകുന്നുണ്ട്, അതിന്റെ ഉംറയ്ക്ക് പോകുന്ന ഒരാള് 17-ാം തീയതിക്ക് ഇപ്പുറം ഒന്ന് ഒരുങ്ങി ലഗേജ് ഒക്കെ എടുത്തു വെക്കുന്ന പോലെ ഏത് നിമിഷവും ഇനി അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാം എന്ന നിലയ്ക്ക് ഇടപാടുകളൊക്കെ ക്ലിയർ ചെയ്ത് ബാധ്യതകളൊക്കെ നിറവേറ്റി ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്തൊക്കെ ഇരിക്കുന്ന ഒരു മനസ്സ് നമുക്കില്ലെങ്കിൽ നമ്മള് യഥാർത്ഥത്തിൽ പരലോക വിശ്വാസികളല്ല. നമ്മൾ ഒരുങ്ങാൻ ഇനി റെഡി ആയിട്ടില്ലെങ്കിൽ അപ്പൊ അവർ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർ അഹങ്കാരികളാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറ മുഅ്മിനില്. മുഅ്മിൻ സൂറത്തിൽ മൂസാ നബി അലൈഹിസ്സലാം പരലോകത്തിൽ വിശ്വാസമില്ലാത്ത അഹങ്കാരികളായ ജനതയ്ക്കെതിരെ തനിക്ക് പ്രൊട്ടക്ഷൻ നൽകണേന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന സൂറ മുഅ്മിനിലുണ്ട്. അതിനകത്ത് പിന്നെ റബ്ബി ഇന്നി ഉദിത്ത് ബി റബ്ബി റബ്ബിക്കും മിൻ കുല്ലി മുത്തക്കബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. ആ പ്രാർത്ഥന നമുക്ക് വളരെ നല്ലതാ. അള്ളാഹുവെ വിചാരണ നാളിൽ വിശ്വസിക്കാത്ത,
അഹങ്കാരികളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു റബ്ബേ. ഇതെല്ലാം കണ്ടിട്ടും പിന്നെയും കളിയും ചിരിയും തമാശയും ചിരിപ്പടക്കവും ആയിട്ട് തന്നെ ജീവിക്കുന്നതാണെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മളും ഒഴുകി പോകരുത്. പ്രതിരോധിക്കാനാകണം, വെപ്രാളം ഉണ്ടാകണം, അസ്വസ്ഥത ഉണ്ടാകണം. അള്ളാഹുവേ, അള്ളാഹു നമുക്ക് മടങ്ങാൻ അവസരം തന്നിരിക്കുക. വേഗം അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാൻ. ഇങ്ങനെ ഒരു മാനസികാവസ്ഥ കൈവരുന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും പരലോകത്തെ കുറിച്ച് ദൃഢമായ ഒരു വിശ്വാസമായിട്ടില്ല. അപ്പൊ അതിനെതിരെ അതിന് പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള പ്രാർത്ഥന അള്ളാഹുമ്മ ഇന്നി ഉദുത്ത ബിറബ്ബി വറബ്ബിക്കും മിൻ കുല്ലി മുത്തക്കബ്ബിറിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ് എന്ന പ്രാർത്ഥന എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. കൂട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രാർത്ഥനയും എല്ലാവരിലും ഉണ്ടാകണം. എല്ലാവർക്കും അറിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകിശ് ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാഇ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ. അല്ലാഹുവേ, പരീക്ഷണങ്ങളുടെ പ്രയാസങ്ങളിൽ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വദർകിശ് ശഖാഇ, അള്ളാഹുവെ, ഭാഗ്യം കെട്ട അവസ്ഥകൾ വന്നു ചേരുന്നതിൽ നിന്ന്, ഭാഗ്യം കെട്ട അവസ്ഥ എന്നിലേക്ക് വരുന്നതിൽ നിന്ന് ഞാൻ നിന്നിലേക്ക് അഭയം തേടുന്നു റബ്ബേ. വസൂഇൽ ഖലാഇ, മോശമായ വിധിയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. മോശമായ വിധി എന്നിലേക്ക് വരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അതുപോലെ തന്നെയാണ് വശമാത്തത്തിൽ അഅദാ, എന്റെ പരാജയത്തിൽ ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്നും. ഈ ആർക്കും ഒന്നും കൊടുക്കാതെയൊക്കെ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് ആ പൈസ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പോയിട്ട് ഒരാളെ മാത്രം അവശേഷിപ്പിക്കുമ്പോ ബാക്കിയുള്ളവർ പറയും, പഠിച്ചവനെ, ആർക്കും കൊടുക്കാതിരുന്ന ഹാജിയാരാണ്, കണ്ട എല്ലാം ഒലിച്ചുപോയി. എന്നിട്ട് ഇതേ അയാൾ ഒറ്റക്ക്. ചിലപ്പോ അത് സങ്കടത്തിന്റെ ആകാം, എന്തും ആകാം പറച്ചില്. പക്ഷെ അതൊക്കെ കേൾക്കേണ്ടി വരുന്നത് വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. കഴിഞ്ഞ ദിവസം പിന്നെ ഒരു സ്ത്രീ പറയണു, വെള്ളപ്പൊക്കം വന്നപ്പോ ഒലിച്ചു പോട്ടെ, പണമൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നവരുടെ പണമില്ല, ഞങ്ങൾക്ക് ഒന്നും ഒലിച്ചു പോകാനില്ല പറയുക. ഞാൻ ചെവി കൊണ്ട് കേട്ട, ചിരിച്ചുകൊണ്ടോ ഇനി വിഷമിച്ചുകൊണ്ടോ എങ്ങനെയാണെങ്കിലും പറഞ്ഞത് ഞാൻ ലൈവായിട്ട് കേട്ടതാ. ഫോണിൽ കൂടെ അല്ല, ജീവനോട് മനുഷ്യൻ ഫേസ് ടു ഫേസ് സംസാരിച്ചപ്പോ പറഞ്ഞാണ്. പറയുമ്പോ ആ സ്ത്രീ ചിരിക്കുവാണോ ദേഷ്യം പിടിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല, പറയുവാണ്, എല്ലാവരുടെയും അങ്ങ് ഒലിച്ചു പോട്ടെ, കൂട്ടി വെച്ച് ആർക്കും കൊടുക്കാതെയൊക്കെ വെച്ചിരിക്കുന്ന ഞങ്ങളെ പോലുള്ള സാധുക്കൾക്ക് ഒന്നുമില്ല. അതാണ്ട് ചെവിയൊക്കെ പിടിച്ച് കാണിച്ചു തരും. കൂട്ടി വെച്ചവരിലൊക്കെ ഒലിച്ചു പോട്ടെ സഹോദരിമാരെ. അപ്പം നമ്മൾ നിയമം തെറ്റിക്കുന്നവരാകരുത്. കണ്ട, ഒരവസ്ഥ വരുമ്പോ അതിനകത്താണ് എന്റെ പരാജയത്തിൽ ശത്രുക്കൾ സന്തോഷിക്കുന്നത്. ഈ ദുആ എല്ലാരും പഠിക്കണമാണെങ്കിൽ ഞാൻ ടീച്ചർ നിങ്ങൾക്ക് ഇട്ട് തരുമായിരിക്കും. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകി ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അഅദാ എന്ന ദുആ എല്ലാവരും ചൊല്ലണം. അതുപോലെ തന്നെ ഇപ്പൊ എല്ലായിടത്തും നാട് മുഴുവനും പല പല പേരിൽ വെറൈറ്റി പനികളാണ് ഇറങ്ങിയിരിക്കുന്നത്, പലതരം പനികൾ. ഇപ്പോ പിന്നെ എറണാകുളം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റ് ആയ ഒരു മനുഷ്യൻ പറയുകയാണ്, അവിടെ ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഈ പനി, അധികരിച്ച പനിയായിട്ട് ആളുകളുടെ ബുദ്ധിമുട്ടിനെതിരെ പിന്നെ ഇമ്മീഡിയറ്റ്ലി മരുന്ന് കണ്ടുപിടിക്കുന്നതിന്റെ കോൺഫറൻസ് നടക്കുമ്പോൾ അവിടെ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നു യഥാർത്ഥത്തിലുള്ള കോവിഡ് ഇപ്പോഴാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കഴിഞ്ഞ കാലത്ത് പറഞ്ഞ കോവിഡിന്റെ അതിന്റെ ഒറിജിനൽ ഭാവത്തിൽ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. കാരണം കടുത്ത തലവേദന, ശരീരം മുഴുവനും വേദന, പിന്നെ ഛർദിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ വയറിളക്കം, ഇതെല്ലാം കോവിഡിന്റെ പ്രൊഡക്റ്റുകളാണ്. ഇത് ഒറിജിനൽ കോവിഡ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് പ്രാർത്ഥനയുണ്ട്. അല്ലാഹു ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വസയ്യിൽ അസ്കാം. അതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം എന്ന് വെച്ചാൽ കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട്, വസൂരി പോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് നേർക്കുനേരെയുള്ള ഭ്രാന്തും കുഷ്ഠരോഗവും എന്നൊക്കെയാണ്. പക്ഷെ ഈ ദുആ ഇപ്പോ നമുക്ക് ഈ ദുആ തന്നെ ചൊല്ലാം, അള്ളാഹു എല്ലാ മാരകമായ അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണം. ഈ രണ്ട് ദുആയും എല്ലാവരും പഠിച്ചിരിക്കണം. ഒന്നാമത്തെ ദുആ അല്ലാഹു ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകി ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അഅദാ. രണ്ടാമത്തെ ദുആ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വസയ്യിൽ അസ്ഖാം. പിന്നെ പ്രകൃതിയുടെ ഈ ദുരന്തമൊക്കെ കണ്ടിട്ട്
പൊട്ടിച്ചിരിക്കുകയും അട്ടഹസിക്കുകയും ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, തമാശയും കളിയും ഒക്കെ ആയിട്ട് കഴിയുന്ന അവർക്കെതിരെ അവരിൽ അതുപോലെ എന്നെ ആക്കല്ലേ എന്നുള്ള രീതിയിൽ മുസാ നബി അലൈഹി സ്വലാം നടത്തിയ ആ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറ മുഅ്മിനുള്ള ദുആയും കൂടി ഈ സമയത്ത് ചൊല്ലുന്നത് നന്നാണ്, നല്ലതാണ്. അല്ലാഹുമ്മ ഉരുത്ത് ബി റബ്ബി വ റബ്ബിക മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബി യൗമിൽ ഹിസാബ് എന്ന അർത്ഥം വരുന്ന ആ ദുആ. ഇൻഷാ അല്ലാഹ് അത് മൂന്നും നിങ്ങൾക്ക് ഹസീന ടീച്ചർ ഇട്ട് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരിമാരെ, അന്ത്യസമയം അടുത്ത സമൂഹത്തിൽ സംജാതമാകുന്ന 6 വ്യതിയാനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഈ ദുനിയാവിൽ സംജാതമാകുന്ന പൊട്ടി വിടരുന്ന ഒരു 6ഓളം അടയാളങ്ങൾ അബൂ ഹുറൈറ എന്ന സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അന്ത്യസമയം അടുത്താൽ മനുഷ്യരിൽ, സമൂഹത്തിൽ, ദുനിയാവിൽ സംജാതമാകുന്ന 6 സംഭവങ്ങളിൽ ഒന്നാണ് സമ്പത്തിന്റെ ഒഴുക്കും വർധനവും ഉണ്ടാകുക. സമ്പത്തിന്റെ ഒഴുക്ക് എല്ലാവർക്കും വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. സമ്പത്തിന്റെ ഒഴുക്കും വർധനവും ധാരാളിത്തരവും നമ്മുടെ ഓരോരുത്തരുടെയും അവരെത്ര ധാരാളിത്തരം, നമ്മളെ ഓരോരുത്തരും നമ്മളെ നോക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എന്റെ സമുദായത്തിൽ ദാരിദ്ര്യത്തെ അല്ല ഞാൻ ഭയപ്പെടുന്നത്, മറിച്ച് സമ്പത്തിന്റെ വർധനവിനെയാണ്. ധൂർത്തും ദുരഭിമാനവും മുഖമുദ്രയാക്കിയ സമ്പന്നരുടെ വിളയാട്ടം ഒരു വശത്ത്, സമ്പന്നരോട് മത്സരിക്കാൻ ഏത് വിധേനയും പണം വാരിക്കൂട്ടാൻ നെട്ടോട്ടം ഓടുന്ന ഇടത്തരക്കാരുടെ ചരിത്രം മറുവശത്ത്. ഈ ദുനിയാവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അന്ത്യദിനത്തിന്റെ സമയം അടുത്ത് വരികയാണ് ഇതെന്ന് നമ്മളോട് ഈ പ്രതിഭാസങ്ങളും കിടമത്സരമാണ്. മറ്റുള്ളവരുടെ ഭൗതികമായ സൗകര്യങ്ങൾ, കിച്ചൺ കബോർഡ് വർക്കുകൾ, അതുപോലെ തന്നെ വീടിന്റെ ഫ്രണ്ടിലിടുന്ന ഇഷ്ടികകൾ വരെയും അതിനകത്തൊക്കെ സത്യത്തിൽ അങ്ങനെ മത്സരിക്കുന്ന, അത് കണ്ട ഉടനെ നമുക്ക് അത് വേണം. അവരൊരു ഡ്രസ് ഇട്ട് അത് നമുക്ക് വേണം, ഒരു വണ്ടി നമുക്ക്. ആ കിടമത്സരമാണ്. സമ്പന്നരാണെങ്കിൽ മേലക്ക് മേലും ഒരു ജന്മത്തേക്കുള്ളത് സമ്പാദിച്ചു കഴിഞ്ഞ് ഇനി സ്വസ്ഥമായിട്ടിരുന്ന് ഒരു മനുഷ്യൻ പോയാസാർന്ന മനുഷ്യൻ ഒരു ജന്മത്തേക്ക് അടുത്ത തലമുറക്കുള്ളതും സമ്പാദിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നെട്ടോട്ടോടോ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുവാണ്. എന്താണ്? വെറുതെ ഇരിക്കണ്ട. പക്ഷെ ആ ഉള്ള സമയത്ത് ഈ സമ്പാദിച്ചു വെച്ചത് എന്നൊക്കെ ഒന്ന് കഴിച്ചു എടുത്തിട്ട് ഒന്ന് ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക, അതിനുള്ള മനസ്സില്ല. അപ്പൊ സമ്പത്തിന്റെ ഒഴുക്കും വർധനവും ഖിയാമത്ത് നാൾ. ഇന്ന് എവിടെയും നോക്കൂ, ഒരു കാലഘട്ടത്തിലൊക്കെ എന്റെയൊക്കെ തറവാട്ടിലൊക്കെ പണിക്കുന്നവരുടെ മക്കളൊക്കെ ഇന്ന് അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എല്ലാം കാണുമ്പോൾ നമുക്ക് മാഷാ അല്ലാഹ് സന്തോഷം തന്നെയാണ്. പക്ഷെ അവരുടെ എല്ലാം അതിരുവിട്ട ജീവിതമൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാകും. നമ്മളും എല്ലാം അതിൽ പെട്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സമ്പത്തിന്റെ ഒഴുക്കും വർധനവും ഖിയാമത്ത് നാൾ വരാൻ പോകുന്നതിന്റെ സൂചനയാണ്. രണ്ടാമതായിട്ടാണ് ഇൽമു ഉയർത്തപ്പെടുക എന്നുള്ളത്. ഒരുപാട് കാര്യം അറിയാം. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ഓർക്കും, പഠിച്ചോനെ, എന്റെ ഉമ്മയൊന്നും ഖുർആൻ 42ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. ഇപ്പൊ ഒരു 20 വർഷമായി മരിച്ചു പോയിട്ട്, ഉണ്ടെങ്കിൽ 62 വയസ്സ് കണ്ടേനെ. ആ പുള്ളിക്കാരിയെല്ലാം ഖുർആൻ ഓർത്ത് അള്ളാടെ കലാമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓതൽ, എന്ത് കാര്യത്തിന് ഏത് പരിപാടിക്ക് പോയാലും ചെയ്യുന്ന ഔറാദുകളൊക്കെ കൃത്യം, അതിനൊരു ഭക്തി, ഒരു തഖ്വയും ഒരു കൃത്യനിഷ്ഠയും. ആ ഒളിവെടുത്തു കഴിഞ്ഞ് ആകാശത്തേക്ക് നോക്കി നടത്തുന്ന പ്രാർത്ഥന, പക്ഷെ ഇന്നൊന്നും അതില്ല. ഇപ്പൊ എല്ലാരും പെരക്കകത്ത് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, ഒളിവെടുത്ത് ഏത് ആകാശത്തേക്ക് നോക്കുക, ഒന്നും ചെയ്യില്ല, ദുആ പോലും ചെയ്യത്തില്ല. മുമ്പെല്ലാം ആ ഒളിവെടുത്ത ഒരു ലോട്ടയിൽ ഒരു കുടത്തിൽ ഒളിവെടുത്തിട്ട് നേരെ ആകാശത്തേക്ക് നോക്കി നടത്തുന്ന ആ പ്രാർത്ഥനയ്ക്കൊക്കെ എന്തൊരു ചൈതന്യമാണ്, ഉള്ള അറിവിനോടുള്ള ഒരു ബഹുമാനമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇഷ്ടം പോലെ ക്ലാസ്, QLS ഉണ്ട്, QLHS ഉണ്ട്, പിന്നെ കുത്തുബ കേൾക്കുന്നുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ മാറി മാറി. ഫോൺ തുറന്നാൽ തന്നെ എപ്പോഴും ക്ലാസ് കേൾക്കല, മൗലവിമാരുടെ പണ്ഡിതന്മാരുടെ എല്ലാം ക്ലാസ്. പിന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ ഓർത്തു നോക്കിയേ, ഏതെങ്കിലും ഒരു ദിവസം ഈ സമയം ക്ലാസ് ഇല്ലാത്ത ദിവസം ഉണ്ട്? എല്ലാ ദിവസവും ക്ലാസ്. പക്ഷെ ഇൽമില് ക്വാളിറ്റി, അമൽ ചെയ്യുമ്പോൾ ക്വാളിറ്റിയുള്ള അമൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അള്ളാഹു പറഞ്ഞ പോലെ അയ്യക്കും അഹ്സനു അമല ചെയ്യാൻ, ഹസനായ അമൽ ചെയ്യാൻ നമുക്കിതൊക്കെ ഉതകുന്നില്ല. കാരണം പഠിച്ചിട്ട് അതിനോടൊരു ബഹുമാനം ഇല്ലാത്തൊരവസ്ഥയാണ്. ഖുർആൻ ഈ ആയത്തും ഹദീസൊക്കെ കേൾക്കുന്നത് പാചകം ചെയ്തിട്ട് അതിലാണ് ഫുൾ ശ്രദ്ധ. അതിന്റെ കൂടെ 75% പാചകത്തിൽ ശ്രദ്ധ, 25%
ഈ ഫോണിലൂടെയുള്ള വർത്തമാനത്തിൽ ശ്രദ്ധ. ഞാൻ സത്യാവസ്ഥ പറയുകയാണ്, എല്ലാരും മനസ്സിലാക്കും, ഒന്നും തോന്നരുത് ആർക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ പൊതുവേ മടിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചർച്ച ചെയ്യുമ്പോ സഹാബാക്കളെ പറ്റി പറയുന്നൊക്കെ കേട്ടാൽ ഈ പക്ഷികൾ ഇങ്ങനെ അടങ്ങിയിരിക്കണ പോലെ, ചിറകും താഴ്ത്തി ഇങ്ങനെ പമ്മി ഇരിക്കുന്ന പോലെ അറ്റൻഷനായിട്ട് വേറെ ഒന്നിലേക്കും ശ്രദ്ധ പതിയാതെ അത്ര ബഹുമാന ആദരവ്, അവരുടെ കണ്ണയിൽ നിന്ന് വീഴുന്ന വെള്ളം കൊണ്ട് അവരുടെ കമീസും താടിയൊക്കെ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഇടതൂർന്ന തിങ്ങിയ താടിയെല്ലാം നനയും. അതുപോലെ തന്നെ കിസ്റ കൈസർ കീഴടക്കിയ ഖത്താബിന്റെ മകൻ ഉമറാണെങ്കിൽ ഖുർആന്റെ പാരായണക്കിലിട്ട് ബോധരഹിതനായി വീഴും. നമ്മളതല്ല, നമ്മൾ ചിരിച്ചിട്ടും കളിച്ചിട്ടും ഈ ഫോൺ അങ്ങോട്ട് ഓണാക്കി വെച്ച് വീട്ടിലെ പണി മൊത്തം ചെയ്യും, അതിലൂടെ എന്നിട്ട് പറയുന്ന അതൊരു റാഹത്താണെന്നാണ്. പക്ഷെ ഫുൾ ശ്രദ്ധ, 50% ശ്രദ്ധ ഈ പണിയെടുക്കുന്നത്, 50 അതിൽ കൂടുതൽ ശ്രദ്ധ അതിൽ പോയിട്ട് ഒരു പുറമ്പോക്ക് ശ്രദ്ധ. അതുകൊണ്ടാണ് നമുക്ക് അമലുകൾക്കൊന്നും വലിയ ബഹുമാനം ഉണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ വരുമ്പോ ഇൽമു ഉയർത്തപ്പെട്ടു പോകും. അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ വശം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറെ ഒച്ചപ്പാടും ഓതലും പറച്ചിലും കാര്യങ്ങളും മാത്രമായി അവശേഷിക്കുക. അങ്ങനത്തെ ഒരു ഗതികേടിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാളിന്റെ അടയാളം അങ്ങനെ കുറെ കേൾക്കും, ഒന്നും ചെയ്യത്തില്ല. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാം, നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാം. മൂന്നാമത്തെ അടയാളമാണ് ഭൂകമ്പങ്ങൾ വർദ്ധിക്കുക. ഭൂകമ്പങ്ങൾ വർദ്ധിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയും, ഭൂകമ്പം ഇങ്ങനെ വർദ്ധിക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ എത്രയാ ഈ ഒരു വർഷത്തില് എത്ര ഭൂകമ്പമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കാലത്തിന്റെ ഇടയ്ക്ക് ഒരിക്കൽ ലോകത്തിന്റെ മുക്കുമൂല എവിടെയോ സംഭവിക്കുന്ന അത്യപൂർവമായ ഭൂകമ്പങ്ങളല്ല എന്നുള്ളത്, മറിച്ച് എപ്പോഴും എവിടെയും സംഭവിക്കാവുന്ന കൂട്ടമരണങ്ങളുടെയും മഹാദുരന്തങ്ങളുടെയും ആവർത്തിത ഭൂകമ്പങ്ങളാണ്. ലോക അന്ത്യ സമീപസ്ഥമായിട്ടുണ്ട് എന്ന സന്ദേശമല്ലാതെ മറ്റെന്താണ് ഈ സംഭവങ്ങൾ, ഈ കാഴ്ചപ്പാട് നമുക്ക് പകർന്നു തരുന്നത്? ഇനി അധിക നാൾ ഇവിടെ ഇല്ല എന്ന മെസ്സേജ് അല്ലാതെ മറ്റെന്താണ് ഇവിടെ ഇതിന്നൊക്കെ പഠിക്കേണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ആലോചിച്ച് നോക്കും. അതുപോലെ വിജ്ഞാനം ഉയർത്തപ്പെടുക എന്ന് പറയുമ്പോൾ പല അർത്ഥമുണ്ട്. വിശദമായി പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാല്, വിജ്ഞാനം ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാല് ഒരുപാട് ആ വിജ്ഞാനത്തിന്റെ കാമ്പും കാതലും ചെറുതാകുന്ന ഒരവസ്ഥ. അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. നിങ്ങൾക്ക് മദ്രസയിലെ കുട്ടികളെ പഠിക്കാൻ പോകുമ്പോൾ മദ്രസയിലെ കുട്ടികൾക്ക് ഉസ്താദന്മാർക്ക് അവിടെ ഫീസ് കൃത്യമായിട്ട് കൊടുക്കത്തില്ല. ഞാനും നിങ്ങളും എന്റെ സ്വന്തം അനുഭവം. ഞാൻ വീടിന്റെ വാതിക്കെ പള്ളിയുള്ള ആളാ, മദ്രസയുള്ള ആളാ. ഇവിടെ ഒരു ജസിയ ഷഫീഖ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള ഒരാള് മദ്രസയിലെ പഠനത്തിന് കുട്ടിയുടെ ഫീസ് ചോദിക്കുമ്പോൾ ഉസ്താദിന്റെ നേരെ തട്ടിക്കയറുന്നത്, ഇതാണ് മദ്രസയിലേക്ക്, ഇങ്ങനെയാണ്, എന്തോ ആകെ 300 രൂപ 6 മാസത്തെ, ഒരു മാസത്തെ 50 റുപ്യ വെച്ച് 6 മാസത്തെ 300 രൂപ കൊടുക്കാതെ ഉസ്താദിന് ചോദിച്ചു വിട്ട് ഈ ഉമ്മ മോളെ പഠിപ്പിക്കുന്നത് എൻട്രൻസിന് വിട്ട് കോളേജിൽ പാലായി പഠിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇത് കാമ്പും കാതലും. അതുപോലെ തന്നെയാണ് സ്കൂൾ പഠനം എന്ന് പറഞ്ഞാൽ 5-8 മണിക്കൂർ 5-8 മണിക്കൂറാ സ്കൂൾ പഠനം. മദ്രസ പഠനം എത്ര മണിക്കൂറാ? രാവിലെ 7 മണിക്കൂർ തൊട്ട് 8 മണിയാകുന്നതിന് മുമ്പ് ഓടി വരും വിളിക്കാനായിട്ട്. കാണുന്ന കാഴ്ചപ്പാടാ. അപ്പൊ ഇതെല്ലാം വിജ്ഞാനം ഉയർത്തപ്പെടുക എന്നതിലേക്ക് വരും. മനസ്സിലായില്ലേ? അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ മരിച്ചു തീരുകയും അവരുടെ സ്ഥാനം ശൂന്യമായി കിടക്കുകയും ചെയ്യുക. അത് ലോകാവസ്ഥാനത്ത് ഇൽമു ഉയർത്തപ്പെടുകയിൽ അതെല്ലാം ഇൻക്ലൂഡഡാ. മഹാപണ്ഡിതന്മാർ, നല്ല നല്ല തഖ്വയുള്ള ആൾക്കാരൊക്കെ, നമ്മുടെ പൂർവികരായ തഖ്വയുള്ള പണ്ഡിതന്മാരൊക്കെ ആർജവമുള്ള, അവരുടെയൊക്കെ അടുത്ത് പോയിന്ന് പഠിച്ചവരൊക്കെ എത്ര ഉന്നതന്മാരെ. ഇന്ന് അതല്ലേ, ഉസ്താദന്മാരെല്ലാം വീടിന്റെ വാതിക്കെ ചെന്നാ കുട്ടികളെ പഠിപ്പിക്കുന്നത്. വീടിന്റെ വാതിക്കെ ചെന്ന് ഒരു 2000 ഉറുപ്പ്യക്കും 1000 ഉറുപ്പ്യക്കൊക്കെ വേണ്ടി വീടുകളിൽ പോയി ആഴ്ചയിൽ പോയി പഠിപ്പിക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥ. അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ തൗഹീദിന്റെ പഠനായകൻ, ഇസ്ലാം മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ ഹയാത്താക്കുന്ന ആള്. അബ്ദുൽ ഖാദർ എന്ന് അദ്ദേഹത്തിന്റെ പേര്. ജീലാനി എന്നുള്ളത് ആ നഗരത്തിന്റെ പേരാ, ഇറാഖിലെ ഒരു വാർഡിന്റെ പേരാ ജീലാനി. അപ്പൊ ആ മഹാനായ ആ മനുഷ്യൻ പറയുകയാണ്, ഇൽമ് തേടി നിങ്ങൾ ഉലമാക്കളുടെ അടുത്തേക്കാണ്, ഇൽമുള്ളവരുടെ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് വന്നിരുന്നാ പഠിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുകയാണ്, വെള്ളത്തിന് ആവശ്യമുള്ളവർ കിണറിന്റെ അടുത്തേക്കാണ് വരേണ്ടത്. വെള്ളത്തിന് ആവശ്യമുള്ളവർ കിണറിനടുത്തേക്കാണ് വരേണ്ടത്. അല്ലാതെ
ആവശ്യക്കാരെ തിരഞ്ഞു പിടിച്ച് കിണർ ഓരോ വീടിന്റെയും വാതിക്കലേക്കാണോ പോകുന്നത്? അദ്ദേഹം ചോദിച്ചതാ. ഇപ്പോ വലിയ വലിയ പൈസക്കാരായ ആൾക്കാരുടെ മക്കളെ ഗൾഫിൽ നിന്നൊക്കെ വന്ന് അവരെല്ലാം പഠിച്ച് ഭൗതികമായി ബിടെക് എംടെക് ആയിരിക്കും, മദ്രസയിലൊന്നും പഠിച്ചില്ല. കല്യാണം കഴിക്കാനും ഒരു ദീനുള്ള പുതിയാപ്പിളയാണ് കിട്ടുന്നതെങ്കിൽ ഉമ്മാമാര് പറയും, എന്റെ അടുത്ത് വന്ന് ചോദിക്കും ചിലര്, ആരെങ്കിലും പരിചയമുണ്ട് എന്റെ മോളെ ഒന്ന് വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ. കാരണം ഇപ്പൊ 20 വയസ്സായി, ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്തെങ്കിലും. അപ്പൊ അത് പറയേണ്ട താമസം പോകാൻ ആൾക്കാരുണ്ടാകും, ക്യാഷ് കിട്ടുമല്ലോ. അങ്ങനെ ഒരിക്കലും പോയി ഇസ്സത്ത് കെടരുത്. അള്ളാഹുടെ ദീൻ അങ്ങനെ പഠിക്കാനല്ല, ആവശ്യക്കാര് തേടി ഇങ്ങോട്ടാ വരേണ്ടത്. ഇതും ഇൽമ് ഉയർത്തപ്പെടുക, അതിന്റെ വില കുറച്ചു കാണുക എന്നതിലൊക്കെ അതൊക്കെ പെടും. അതുപോലെ തന്നെയാണ് ഇൽമിന്റെ ആദർശം, ഹക്കീക്കത്ത് തീരെ അവഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കേവലം ഭൗതികതയിൽ. ഈ അഫ്സലുമ എടുക്കുന്നത് ഇൽമാർജിക്കല്ല, ഒരു അറബിക് ടീച്ചറിന്റെ വേക്കൻസി അവിടെ ഉണ്ട്, ഞാനിത് എടുത്ത് എനിക്കവിടെ ടീച്ചറായിട്ട് കയറാം, ഈ ലക്ഷ്യം. അങ്ങനെയൊക്കെ ആയിത്തീരുക. സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന അറിവിന്റെ ആദ്യാക്ഷര മര്യാദകൾ ഇന്ന് പാടെ വിസ്മരിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് അനുമാനിക്കാം അന്ത്യസമയത്തിന്റെ സമയം അടുത്തടുത്ത് വരുന്നുണ്ടെന്ന്. ആത്മീയ ഇൽമിന് വില കുറച്ച് കാണുക. പിന്നെ അതുപോലെ തന്നെ കിട്ടുന്ന ഇൽമ് ചെറവറാന്ന് കിട്ടുമ്പോഴത്തേക്ക് ചെറവറ ഒരു വിലയില്ലാതാകുക. ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ അന്തരീക്ഷം ഇങ്ങനെയാ കണ്ടുവരുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് ഖിയാമത്ത് നാളിന്റെ സംജാതമാകാൻ കേൾക്കുന്ന ആൾക്കാര്, പഠിക്കുന്ന ആൾക്കാര് അതിനൊരു വിലയും മഹിമയും നിലയും എല്ലാം കൊടുത്ത് ആദരവോടുകൂടി അതൊക്കെ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ അടയാളമാണ് ഭൂകമ്പം വർദ്ധിക്കുക. അത് നിങ്ങൾക്കറിയാമല്ലോ. പണ്ടൊക്കെ എപ്പോഴോ എന്നോ സംഭവിക്കുന്ന കാര്യമാണ് ഇന്ന് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് പണ്ട് വർഷത്തിലേക്ക് ഒരുക്കുകയാണെങ്കിൽ ഇന്ന് ആഴ്ചക്കും മാസത്തിലും എല്ലാം കേൾക്കുന്ന ഒരു അവസ്ഥ. അതും ഖിയാമത്ത് നാളിന്റെ അടുത്താണ്. നാലാമത്തെ അടയാളമാണ് കാലം അടുത്തടുത്ത് വരിക. കാലം അടുത്തടുത്തായി അനുഭവപ്പെടുക. കഴിഞ്ഞ വെള്ളിയാഴ്ച റബ്ബേ എന്ത് പെട്ടെന്നായിരുന്നു. കണ്ണൂരിലെ മീറ്റപ്പ് ഓഗസ്റ്റ് 17 എന്ന് പറഞ്ഞപ്പോ ഇനി 2 മാസം ഉണ്ടല്ലോ ആദ്യം കേട്ടപ്പോ. ഇപ്പൊ ഇനി 16-13 ദിവസമേ ഉള്ളൂ ഇനി കൂടാൻ. പെട്ടെന്ന് കാലം അടുത്തടുത്ത് വരുന്നതാണ് ഖിയാമത്ത് നാളിലെ മറ്റൊരു അടയാളം. ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എത്ര പെട്ടെന്നാണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യാറില്ലേ? രാവിലെ ഉറക്കമുണർന്നതേ ഉള്ളൂ, വൈകുന്നേരം എത്ര പെട്ടെന്നായി എന്ന് നാം സമ്മതിച്ച് അറിയാതെ നാവ് കൊണ്ട് പറഞ്ഞു പോകുന്നില്ലേ? ഉണ്ട്. എല്ലാം ഉണ്ടായിട്ടും ഒന്നിനും സമയമില്ല എന്ന് പരാതിപ്പെടുകയും വെപ്രാളപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർ ഇന്ന് എവിടെയും ഒന്നിനും സമയം തികയുന്നില്ല എന്നാ പറയുന്നത് എല്ലാവരും. അപ്പോ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ആധുനിക മനുഷ്യർ ഓടി മറയുന്നതെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ഇതും അന്ത്യനാളിന്റെ മറ്റൊരു അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പിന്നെ അടുത്ത 5-ാമത്തെ അടയാളമാണ് നാശം പ്രത്യക്ഷപ്പെടുക. അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. കൊലപാതകം എവിടെയൊക്കെ കേൾക്കുന്നത്? എന്റെ പടച്ച റബ്ബ്, സുഖ സൗകര്യങ്ങൾ ഏറെ വർദ്ധിച്ച കാലമാണിത്, എന്നിട്ടും ഒരു സമാധാനമില്ല, സംഘർഷങ്ങള്. മിക്ക മനുഷ്യരെ ഇതൊക്കെ വേട്ടയാടുന്ന ഒരു സ്വസ്ഥതയും ഇല്ല. അവിചാരിത സമയത്ത് അപ്രതീക്ഷിതമായി ഉണ്ടാക്കാവുന്ന ആക്രമണങ്ങളും സംഘട്ടനങ്ങളും വാഹന അപകടങ്ങള്. എത്ര പേരാണ് ദിനേന മരിച്ചു വീഴുന്നത്? തുടർച്ചയായ അപകടം, നാശം, അസുഖം, കൊലപാതകം, ഇത് വ്യാപകമാവുകയും സ്വൈരമായ ജീവിതം സംജാതമാവുകയും ചെയ്താൽ, സ്വൈര്യമല്ല ജീവിതം. എവിടെ നമുക്കിപ്പോ നമ്മുടെ വീട്ടിൽ കൊലപാതകം അപ്പുറത്തും ഇപ്പുറത്തും. മകന്റെ കത്തി കൊണ്ട് ഉമ്മ മരിച്ചു, ഭർത്താവിനെ കൊന്ന് ഭാര്യ പത്രം നിവർത്തിയ ഇത് തന്നെ മൊത്തത്തില്. ഇതും ഖിയാമത്ത് നാളിന്റെ മറ്റൊരു അടയാളമാണ് സഹോദരിമാരെ. കൊലപാതകം വർദ്ധിക്കുക എന്നുള്ളതും പിന്നെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പിന്നെ പലതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാതാപിതാക്കളെ തീരെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം. അള്ളാഹു കാത്തിരി. മുസ്ലിം ഉമ്മത്തിന് അത് വളരെ കുറവാണ്, എന്നാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മാതാപിതാക്കളെ എന്താ പറയാ, പേടിയാ പല മാതാപിതാക്കൾക്ക്. ടീനേജ് മക്കളെ എല്ലാം അവരുടെ നേരെ ആർജവമുള്ള ഒരു വർത്തമാനം പറയാൻ പല ഉമ്മമാർക്കും പേടിയാ. കാരണം ഞാൻ ഈ മോറൽ ക്ലാസ് എടുക്കുമ്പോ ഞാൻ കോഴിക്കോട് വന്നിട്ടുണ്ട്, പല സ്ഥലത്തും വന്നിട്ടുണ്ട്. കുട്ടികളെയും കൊണ്ടൊക്കെ ഉമ്മമാര് വരുമ്പോ കുട്ടികള് നമ്മളോടൊക്കെ നല്ല ഡീലിംഗ് ആണ്, പക്ഷെ ഉമ്മനോടൊക്കെ കാണിക്കുന്ന അതപകേടൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും. പൊതുവെ ദീൻ പഠിച്ചവരും എല്ലാം
മാതാപിതാക്കളോട് എങ്ങനെയാണ് ഡീലിംഗ് നല്ലതാണെന്ന് എല്ലാവർക്കും തോന്നുകയാണെങ്കിൽ ഓക്കെ, ഖിയാമത്ത് ഉടനെ വരുന്നില്ല. അതല്ല എങ്കിൽ എല്ലാം ഒന്ന് വിശദമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മളിലുണ്ടോ? ഇത് അബൂ ഹുറൈറ എന്ന സ്വഹാബിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം എന്തൊക്കെ ഇതിൽ ഈ പറഞ്ഞ 6 അടയാളത്തില് എന്തൊക്കെ നടക്കുന്നുണ്ട്, ഇതൊക്കെ സത്യമാണോ ഇല്ലേ എന്ന് ഞാനും നിങ്ങളും ആത്മാർത്ഥമായും പരിശോധിക്കുക. അർഹമുറാഹിമിനായ അള്ളാഹു തിരുത്തി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട്. അതുകൊണ്ട് എല്ലാവരും ഞാൻ എന്നോട് സ്വന്തമായിട്ട് പറയുന്ന കാര്യമാണ്, നമ്മളൊന്ന് റെഡി ആയിരിക്കണം. ഏത് നിമിഷം വന്ന് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് വിസ്മൃതി, ഒരു ജനത അള്ളാഹിനെ കുറിച്ച് വിസ്മൃതിയിലാവുമ്പോൾ അവരും വിസ്മൃതിയിലായിരിക്കുന്ന അവസ്ഥയിലാണ് അള്ളാഹുടെ ശിക്ഷ ഇറങ്ങുക. പകലെല്ലാം അടിച്ചു പൊളിച്ച് രാത്രി സുഖമായിട്ട് വിസ്മൃതിയിൽ ഉറങ്ങുമ്പോഴാണ് അധികവും ശിക്ഷ ഇറങ്ങുക. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സാലിഹ് നബിയുടെ, ഹൂദ് നബിയുടെ, ഷുഐബ് നബിയുടെ, ലൂത്ത് നബിയുടെ ഓരോരുത്തരുടെയും ചരിത്രം എടുത്തൊന്ന് നിങ്ങൾ റഫർ ചെയ്ത് നോക്കും. പകലല്ല അപകടം സംഭവിച്ചിരിക്കുന്നത്. എല്ലാം ജനങ്ങളെല്ലാം അടിച്ചു പൊളിച്ച് എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന, സുഖമായിട്ട് വിശ്രമിക്കുന്ന രാത്രിയിലാണ്. കാരണം അവർ അള്ളാഹുവിനെ മറന്നു കളഞ്ഞപ്പോൾ അവർ മറന്നതായി ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ശിക്ഷ അടിച്ച് വീശിക്കൊണ്ട് വരുന്നത്. നമ്മള് നല്ല നിലക്ക് മനസ്സിലായിട്ട് നമ്മളൊരു തയ്യാറെടുപ്പ് പറ്റുന്ന പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക. ഓരോ പ്രവാചകന്മാരും പറഞ്ഞ കാര്യം ഫസ്തഗ്ഫിറൂ റബ്ബഹും സുമ്മ തൂബൂ ഇലൈഹി, ഇതേ പറയാനുള്ളൂ. ഖേദിച്ചു മടങ്ങുകയും ജീവിതം നന്നാക്കുകയും ചെയ്യുക. ഇടപാടുകളെല്ലാം സ്വസ്ഥമാക്കി വെക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ആത്മാർത്ഥമായും ക്ഷമ ചോദിച്ചേക്കണം. തീർച്ചയായിട്ടും തരണമെന്ന് ആഗ്രഹമുണ്ട്. തരാൻ പറ്റിയില്ല എങ്കിൽ പരലോകത്ത് എന്നെ പിടിച്ചു വെക്കരുതെന്ന് പറയാൻ ആരും മടിക്കരുത്. പറഞ്ഞെല്ലാം ക്ലിയർ ആക്കി അള്ളാഹുവായിട്ടുള്ള ബാധ്യതയിൽ എന്തെങ്കിലും വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ അവനോട് ആത്മാർത്ഥനാഥ, ഈ ലോകത്ത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, തൊട്ട് വയനാട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്ത് അപ്പുറത്തെത്താവുന്നതേ ഉള്ളൂ. അപ്പോ അപ്പുറത്ത് ആ സംഭവമൊക്കെ കാണിച്ചിട്ട് ഇപ്പുറത്തുള്ളവർക്ക് ചിന്തിക്കാനാണ് അള്ളാഹു പറയുന്നത്, അല്ലെ? ദൂന അദാബുൽ അക്ബരി വല നുദീഖന്നഹും മിനൽ അദാബുല്ലദിന ദൂനൽ അദാബുൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലിയ ശിക്ഷ ആസ്വദിപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് ചെറിയ ചെറിയ ശിക്ഷകൾ കാണിച്ച അള്ളാഹുടെ സ്നേഹം തന്നെയാ സഹോദരിമാരില്ല. അല്ലഹും യർജിഊൻ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ മടങ്ങാം, ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടാനാണ് അള്ളാഹു കുറച്ചുപേരെ. ആ കുറച്ചുപേര് കുറെ നല്ല സ്വാലിഹ്യങ്ങൾ ഉണ്ടാകും. അവർക്കൊന്നും അള്ളാഹു പരലോകത്ത് ശിക്ഷയൊന്നും കൊടുക്കത്തില്ല. അവർക്കൊന്നും ഈ ഗൃഹലോകത്തങ്ങ് ഇപ്പൊ ചാലിയാർപ്പുഴ, നിലമ്പൂർ എന്റെ സിസ്റ്റർ ഉണ്ട് പറഞ്ഞ ചാലിയാർപ്പുഴയിലൊക്കെ മയ്യത്ത് വന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ടെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഞാൻ പറഞ്ഞ പ്രാർത്ഥനയൊക്കെ എല്ലാവരും ചൊല്ലി നമുക്ക് നന്നായിട്ടൊന്ന്, നമ്മളൊരു ഉംറയ്ക്ക് പോകുന്ന പോലെ അള്ളാഹ്ക്ക് പോകാൻ വേണ്ടി ചിലപ്പോ എന്താണ് സംഭവിക്കുന്നതെന്നും അറിയാൻ പറ്റില്ല. എല്ലാം ഒന്ന് റെഡിയാക്കി എന്റെ ഇസ്ലാം കാര്യം ഈമാൻ കാര്യത്തിലേക്ക് ഞാൻ ഉണ്ടായിട്ടുണ്ടോ? ഇസ്ലാം കാര്യം ഈമാൻ കാര്യം കുറെ കാലമായിട്ട് അതിനകത്തൊക്കെ ഉണ്ടെന്നാണ്. ഇനി ഏതിനകത്താണ് ഞാൻ ഇല്ലാത്തത്? അതൊന്ന് ക്ലിയർ ആക്കി അള്ളാഹിനോട് ക്ഷമ ചോദിച്ച് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി ഏറ്റവും അടുത്ത ഉമ്മ ഉപ്പ സഹോദരങ്ങളുടെ ഒക്കെ ബന്ധമൊക്കെ ഒന്ന് പുതുക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സലാം പറഞ്ഞ് റെഡി ആയിട്ട്, ഇപ്പൊ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോ ഒരു ഓടി പാഞ്ഞ് എല്ലായിടത്തും മാപ്പ് പറയലും ക്ഷമ ചോദിക്കലൊക്കെ ഇല്ലേ? ആ നിലക്കൊന്ന് നല്ല നിലക്ക് എല്ലാ നിലയിലും നല്ല ആത്മാർത്ഥമായും ഒരുങ്ങിയിരുന്ന് അള്ളാഹുവിലേക്ക് മടങ്ങാൻ പറഞ്ഞൊന്നും നമ്മളൊന്നും പോകത്തില്ല. അള്ളാഹുടെ തീരുമാനം നടക്കത്തുള്ളൂ. അപ്പൊ പിന്നെ പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഭൂമിയിൽ ഈ സൂര്യന്റെ വെളിച്ചവും ചന്ദ്രന്റെ നിലാവിന്റെ ആ സൗന്ദര്യവും എല്ലാം ആസ്വദിച്ച്, ഈ അണ്ടകടാഹത്തിലെ മുഴുവൻ നിഅമത്തും ആസ്വദിച്ച് ഇവിടെ ജീവിച്ചിട്ട് അള്ളാഹു ഏൽപ്പിച്ച പണി ശ്രേഷ്ഠ, നല്ല തറവാട്ടില്, നല്ല കുടുംബമഹിമ, നല്ല ദീനും സ്ഥാനമാനങ്ങളൊക്കെ തന്നിട്ട് ചെയ്യാൻ ഏൽപ്പിച്ച പണി ചെയ്യാതാകുമ്പോൾ കുറച്ച് അവധി തരും. എന്നിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ തുടച്ചു മാറ്റി അള്ളാഹു അടുത്ത ഒരു ഹൗമിനെ കൊണ്ടുവരും എഴുന്നേൽപ്പിച്ച്. ദുർബലരായ ഒരറിവുമില്ലാത്ത സാധുക്കളായ കുറെ ജനങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് അള്ളാഹു വരും. അള്ളാഹുവിന് ഈ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി. അപ്പൊ അള്ളാഹിനോട് പറഞ്ഞു, പഠിച്ചവനെ ഏൽപ്പിച്ച ജോലിയൊന്നും ചെയ്തിട്ടില്ല റബ്ബേ, ഇത് ചെയ്തോളാം റബ്ബേ. ആത്മാർത്ഥമായി അള്ളാഹിനോട് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും സ്വന്തം ജീവിതം നന്നാക്കുകയും ചെയ്യുക. സർവശക്തനായ അള്ളാഹു അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കാത്തുകൊണ്ട് കുറച്ച് ആളുകൾ കാത്തു നിൽപ്പുണ്ട്. ഞാൻ ഏറ്റുപോയ കാര്യം പിന്നെ വിളിച്ച് പറയാൻ ഹസീനാടിച്ചിനോട് പറയാൻ എനിക്ക് മടിച്ചിട്ടാ ഞാൻ ക്ലാസ് എടുത്തത്. ഇൻഷാ അള്ളാ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധയിൽ വെക്കുക. ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുക. നമ്മുടെ ആത്മാവിന്റെ പരിസരത്തുള്ള, ഇനിയിപ്പോ മയ്യത്ത് പോലും കുളിപ്പിക്കാതെ ഒഴുകിപ്പോണത്. അപ്പൊ അവിടെ ശരീരം വൃത്തിയാക്കേണ്ട കാര്യമൊന്നുമില്ല.
അപ്പൊ നമുക്കിനി ആത്മാവൊന്ന് വൃത്തിയാക്കല, ആത്മാവിന്റെ പരിസരത്തുള്ള കളകള്, പോച്ചകള്, വൃത്തികേടുകള്, അഴുക്കുകളൊക്കെ നീക്കി ഇഷ്ടം പോലെ ഇസ്തിഗ്ഫാർ നമുക്കറിയാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ധാരാളം ചൊല്ലുക. അല്ലാഹു ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അത് നന്നായിട്ട് ചൊല്ലണം. വിട്ടുവീഴ്ച ചെയ്യണേ റബ്ബെ, ശിക്ഷിക്കല്ലേ റബ്ബെ, ഞങ്ങളിലേക്ക് ശിക്ഷ ഇറങ്ങല്ലേ റബ്ബെ, കാക്കണേ റബ്ബെ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹിനോട് കരയണം. അല്ലാഹു ഇന്നി അസ്അലുക ബിറഹ്മതിക വസിഅത കുല്ല ഷൈഇൻ അൻ തഗ്ഫിർ ലി ദുനൂബി, സകല വസ്തുക്കളെയും പൊതിഞ്ഞ് ചുഴിഞ്ഞു നിൽക്കുന്ന നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് എന്റെ പാവം പൊറുക്കാൻ തേടുന്നു റബ്ബെ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിന് കരയുക എല്ലാവരും. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി, എല്ലാവർക്കും അറിയാം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ ഖതീഅത്തിൻ വഅതൂബു ഇലൈഹി, ഇതൊക്കെ ധാരാളം ചൊല്ലി നമ്മുടെ മനസ്സ് പിന്നെ ആശ്വാസം കൊള്ളുവോളം ചെല്ലുക. ഇസ്തിഗ്ഫാർ എന്ന് വെച്ചാൽ പാപമോചന പ്രാർത്ഥന അള്ളാഹിനോട് ഏറ്റി പറയലാണ്. അതേസമയം തൗബ എന്നാൽ അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലലാണ്. ഇസ്തിഗ്ഫാർ എന്ന് വെച്ചാൽ ഫസ്തഗ്ഫിറൂ റബ്ബഹും സുമ്മ തൂബു ഇലൈഹി, സാലിഹ് നബി തന്റെ ജനതയോട് പറഞ്ഞതാണ്. ഹൂദ് നബി പറഞ്ഞു ഫസ്തഗ്ഫിറൂ റബ്ബഹും സുമ്മ തൂബു ഇലൈഹി ഇന്ന റബ്ബി കരീബും മുജീബ്, അവൻ സമീപത്താണ്, മുജീബ് ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്, വിളി കേൾക്കുന്നവനാണ്. ഇങ്ങനെ ഒല്ലാൻ. അപ്പൊ ഫസ്തഗ്ഫിറൂ റബ്ബഹു എന്ന് ഇസ്തിഗ്ഫാർ എന്ന് വെച്ചാൽ പാപമോചന പ്രാർത്ഥന അള്ളാഹിനോട് തേടലാണ്. സുമ്മ തൂബു ഇലൈഹി, അതിനുശേഷം തൗബ ചെയ്യുന്ന പറഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിൽ പടച്ചവന്റെ അടുത്ത് ഖാലിസായ നല്ല റാഹത്തായ സലീമായ ഖൽബോടുകൂടി ഇരുന്ന് സംഭവിച്ചതെല്ലാം ക്ലിയർ ചെയ്ത് ഏറ്റുപറയൽ, അള്ളാഹുലേക്ക് ഓടിച്ചെല്ലലാണ് ഏറ്റുപറയാൻ. എന്നിട്ട് അള്ളാഹുവിനോട് കരാറൊക്കെ ചെയ്ത് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. അള്ളാഹു ഇനി അടുത്ത നിമിഷം കണ്ടു പരലോക ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ സമയമായെങ്കിൽ നല്ല മരണം തരണേ പടച്ചവൻ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട്, ഞാൻ എങ്ങനെ മരിച്ചാലും എന്റെ അവസാന മൂമെന്റ് നിന്നെ കുറിച്ചുള്ള ഓർമ്മയിലായിരിക്കണേ റബ്ബേ എന്നൊക്കെ പറഞ്ഞ് ആഖിറത്തിനെ സത്യപ്പെടുത്തി നമുക്ക് ധാരാളം പ്രാർത്ഥിക്കാം. സർവശക്തനായ അള്ളാഹുവിനുള്ള നല്ല തൗഫീക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റാഹിമീനായ അള്ളാഹുവേ, പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഗൗരവത്തോടുകൂടി എടുക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ജീവിതത്തിൽ സംഭവിച്ചുപോയ വീഴ്ചകൾ, നിനക്കിഷ്ടമല്ലാത്ത തെറ്റായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂർ റഹീമായ അള്ളാഹുവെ, നീ എല്ലാം പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ചെറിയ തെറ്റിനോടും പേടിയുള്ള ഒരു ഖൽബ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ചെറിയ നന്മയോട് ഉത്സാഹമുള്ള ഒരു റാഹത്തായ ഖൽബ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. കാരുണ്യവാനായ അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സ്നേഹിക്കണം, പരിഗണിക്കണം, അവർക്ക് നീ സ്വർഗം നൽകണം പടച്ചവനെ. അവരുമായിട്ട് സന്തോഷപൂർവ്വം നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾ കുട്ടിക്കാലത്ത് പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞു പ്രായത്തിൽ ടീനേജ് പ്രായത്തിലൊക്കെ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയായിട്ടൊക്കെ കളിച്ച് ചിരിച്ച് നടന്നതുപോലെ, ഒരുമിച്ചിരുന്നത് പോലെ പടച്ചവനെ, നിന്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പരിപൂർണമായ ആരോഗ്യ ആഫിയത്ത് നൽകി നീ അവരെ സംരക്ഷിക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ആങ്ങളമാർ, ഞങ്ങളുടെ അനിയത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, ഞങ്ങളുടെ കുടുംബക്കാർ എല്ലാവർക്കും നീ ഹിദായത്ത് നൽകണേ പടച്ചവനെ. കാരുണ്യവാനായ അള്ളാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് എന്തെല്ലാം നന്മയായ കാര്യം ചോദിച്ചിട്ടുണ്ടോ അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം ഷർറുൽ ബലായിൽ നിന്ന് അഭയം തേടിയോ അതിൽ നിന്ന് ഞങ്ങളെ ലോക മുസ്ലിങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം ഫൻസുർനാ യാ ഖൈറൻ നാസിരീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നി ഉഹിബ്ബുക്കും ഫീ സബീലില്ലാഹ്. നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. അസ്സലാമു അലൈക്കും.